ഏറെ നാളായി കാൺമാനാശയായി കാത്തിരുന്ന എന്റെ പ്രിയനേ, ഏറെ നാളായി കാൺമാനാശയായി കാത്തിരുന്ന എന്റെ പ്രിയനേ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 35-ാം സങ്കീർത്തനം 17-ാം വാക്യം. കർത്താവെ, നീ എത്രത്തോളം നോക്കിക്കൊണ്ടിരിക്കും? അവരുടെ നാശത്തിൽ നിന്ന് എൻ്റെ പ്രാണനെയും ബാലസിംഹങ്ങളുടെ വശത്തു നിന്ന് എൻ്റെ ജീവനെയും വിടുവിക്കണമേ. അന്യായമായി തന്നെ ആക്രമിക്കുന്നവർക്കെതിരെ ദൈവത്തിൻ്റെ ഇടപെടലിനായി ദാവീദ് നിലവിളിക്കുന്നു. ദൈവം അനീതി കാണുന്നുണ്ടെങ്കിലും ഇതുവരെ ഇടപെടാത്തതുപോലെ ദാവീദിന് തോന്നുന്നു. ഇവിടെ ദാവീദ് നിരാശയും അക്ഷമയും പ്രകടിപ്പിക്കുന്നു. നമ്മുടെ അക്ഷമയും വേദനയും ദൈവത്തോട് സത്യസന്ധത പുലർത്തുന്നതിൽ തെറ്റില്ല എന്ന് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദാവീദിനെ പോലെ തിന്മ നിയന്ത്രിക്കപ്പെടാത്തതായി തോന്നുന്ന സാഹചര്യങ്ങളെ നാം അഭിമുഖീകരിച്ചേക്കാം. എന്നാൽ ദൈവത്തോട് നമ്മുടെ പരാതി പറയുന്നത് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണെന്ന് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയ സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിലും നാം ഉപേക്ഷിക്കപ്പെടുന്നതായി തോന്നുമ്പോഴും നമുക്ക് ദാവീദിനെ പോലെ ദൈവത്തോട് നിലവിളിച്ച് അവനിൽ തന്നെ വിശ്വാസം അർപ്പിക്കാം. അവൻ നമ്മെ ഏതു പ്രതിസന്ധിയിൽ നിന്നും വിടുവിക്കും. പ്രാർത്ഥിക്കാം. കർത്താവെ, ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന ജീവിതാനുഭവങ്ങളിലും നിന്നെ ശരണപ്പെടുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.